ഏഴാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ പഠിക്കേണ്ട മെയിൻ പോയിൻറ്റ്സ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇന്ന് ഏഴാം ക്ലാസ്സിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. 7ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററോട് കൂടി അത് കഴിയും. പിന്നെ 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 9ഉം 10ഉം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അധികാരം ജനങ്ങൾക്ക് അധികാരം ജനങ്ങൾക്ക്. അതിൽ ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഹരിജനിൽ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഗ്രാമസ്വരാജിനെ കുറിച്ച് പറയുന്നതാണ് അദ്ദേഹം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ലാത്തതും, ആശ്രയം ഒരാവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരെ പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായൊരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്. അതായത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിഷനായിരുന്നു അല്ലെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത്, അതായത് നമ്മൾ അയൽക്കാരെ ആശ്രയിക്കേണ്ടത് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത, അതായത് നമ്മുടെ ചില്ലറ കാര്യങ്ങൾക്കൊന്നും മറ്റുള്ളവരെ നമുക്ക് ആശ്രയിക്കേണ്ടതല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ ആവശ്യമായി തീർന്നാൽ മാത്രം, അത്യാവശ്യമാണെങ്കിൽ മാത്രം പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്ന ഒരു പൂർണ്ണ റിപ്പബ്ലിക് ആയിരിക്കണം ഗ്രാമസ്വരാജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിൽ പറഞ്ഞതാണ്? ഹരിജനിൽ പറഞ്ഞതാണ്. ആര് പറഞ്ഞതാണ്? ഗാന്ധിജി പറഞ്ഞതാണ്. ഏത് വർഷം പറഞ്ഞതാണ്? 1942 26-ാം തീയതി 7ാം മാസം അല്ലേ, 7ാം മാസം 26-ാം തീയതി 7ാം മാസം എന്ന് പറയുമ്പോൾ ഏതാ ഡേറ്റ് വരിക? 1942 ജൂലൈ 26-ാം തീയതിയിലെ ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വരികളാണ് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അതായത് അധികാരം കുറച്ച് പേരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ എന്താവില്ല? ജനാധിപത്യം പൂർണ്ണമാവില്ല. അതെന്ത് വേണം? എല്ലാ ജനങ്ങളിലേക്കും എത്തിപ്പെടണം. അതിന് വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ വ്യവസ്ഥയോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ അധികാര വികേന്ദ്രീയം കൂടി വന്നു കഴിഞ്ഞാൽ, നിയമപരമായി ജനങ്ങളിലേക്ക് അധികാര വികേന്ദ്രീയം കൈമാറും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താവും? ഇത്തരത്തിലൊരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? അധികാര വികേന്ദ്രീകരണം. അപ്പോൾ ഈ അധികാര വികേന്ദ്രീകരണം അതുപോലെ വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴൊക്കെ ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ കോളത്തിൽ കണ്ടില്ല, അധികാര വികേന്ദ്രീകരണം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. അധികാര വികേന്ദ്രീകരണം കേട്ടോ, അധികാര കേന്ദ്രീകരണമാണ്. അധികാര കേന്ദ്രീകരണം ഒരു കൂട്ടരിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കുക, അതാണ് അധികാര കേന്ദ്രീകരണം പറഞ്ഞത്. പക്ഷേ അധികാര വികേന്ദ്രീകരണം പറഞ്ഞാൽ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക. ഇത് ഒരു ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു പ്രത്യേകം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുകയാണെങ്കിൽ അതിനാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങൾ പങ്കാളിയാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അതായത് ഈ അധികാര കേന്ദ്രീകരണത്തിൽ ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളൊക്കെ പങ്കാളിയാവാനുള്ള അവസരം കുറവാണ്, താരതമ്യേന കുറവാണ്. പക്ഷെ അധികാര വികേന്ദ്രീകരണത്തിൽ അങ്ങനെയല്ല, ജനങ്ങൾക്കാണ് അവിടെ മേൽക്കൈ. അധികാര വികേന്ദ്രീകരണത്തിന് സവിശേഷതകൾ പറയുന്നുണ്ട്. എന്തൊക്കെ പറയുന്നത്? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു അധികാര വികേന്ദ്രീകരണത്തിലൂടെ. സ്ത്രീകൾക്കും മറ്റും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈമാറുന്നു. അതായത് സ്ത്രീകൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നേതൃശേഷിയും ഭരണപരിചയമൊക്കെ കൈമാറുന്നുണ്ട്. എന്തിലൂടെ? അധികാര വികേന്ദ്രീകരണത്തിലൂടെ. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഉണ്ടാകുന്നുണ്ട്. എന്തിലൂടെ? അധികാര വികേന്ദ്രീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ.
പിന്നെ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. അപ്പോൾ പൊതുജനങ്ങൾക്ക് അധികാര വികേന്ദ്രീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ഭരണകാര്യങ്ങൾക്ക് കൂടുതൽ അധികാരം ഉണ്ടായിരിക്കും, പങ്കാളികളാവാനൊക്കെ കഴിയും. അതാണ് അധികാര വികേന്ദ്രീകരണ സവിശേഷത എന്ന് പറഞ്ഞില്ലേ. പ്രാദേശിക വികസനത്തിന് പ്രാദേശികമായിട്ട് നമ്മൾ ഗ്രാമതലത്തിലൊക്കെ നല്ല വികസനം ഉണ്ടാക്കാൻ കഴിയും അധികാര വികേന്ദ്രീകരണം ഉണ്ടെങ്കിൽ. കാരണം ജനങ്ങൾ കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഭരണകാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളാൻ എന്തിൽ കഴിയുന്നുണ്ട്? അധികാര വികേന്ദ്രീകരണത്തിൽ കഴിയുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊക്കെ ഭരണകാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ അല്ലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭരണകാര്യങ്ങളിലായാലും പിന്നെ നേതൃസ്ഥാനത്തൊക്കെ സ്ത്രീകളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകളാണ്. അവർക്ക് കൂടി അവസരം ലഭിക്കുന്നുണ്ട്. പിന്നെ വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന, ഏതൊക്കെ വികസനത്തിനാണ് ഈ മുൻഗണന നൽകേണ്ടതെന്ന് നിശ്ചയിക്കാൻ അധികാര വികേന്ദ്രീകരണത്തിലൂടെ കഴിയുന്നുണ്ട് എന്നാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോകണം. അധികാര വികേന്ദ്രീകരണ കാലങ്ങളിലൂടെ എങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണം ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതാണ്. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് എന്ന് പറയുന്നത് പണ്ട് തൊട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. അതായത് ഗ്രാമജീവിതത്തിൻ്റെ ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒരു കോർ അല്ലെങ്കിൽ ഒരു സ്ഥിരാകേന്ദ്രമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ച പറഞ്ഞ 5, ആയത് പറഞ്ഞ യോഗം, അതാണ് യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃതം. അതായത് പഞ്ച എന്ന് പറയുന്നതും ആയത് എന്ന് പറയുന്നതും സംസ്കൃത പദങ്ങളാണ്. പഞ്ച എന്ന് പറയുന്ന 5ഉം ആയത് എന്ന് പറഞ്ഞ സമ്മേളനം അല്ലെങ്കിൽ യോഗം എന്നാണ് അർത്ഥമാവുന്നത്. എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് എന്തുണ്ടായത് എന്നാണ് പറയുന്നത്. എന്തുണ്ടായത്? പഞ്ചായത്ത് ഉണ്ടായത്. പഞ്ചായത്ത് എന്നുള്ള പദം ഉണ്ടായത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. അതായത് നമ്മൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പെയൊക്കെ പഞ്ചായത്ത് എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നിലനിന്ന് പോയിരുന്നൊരു സംവിധാനമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ആധിപത്യത്തോടു കൂടി എന്തായി? ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം മെല്ലെ മെല്ലെ ദുർബലമാവാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. അപ്പോൾ നമ്മുടെ പണ്ട് എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ മുമ്പേ എന്തുണ്ടായിരുന്നു? പഞ്ചായത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തോടും അവരുടെ അധിനിവേശത്തോടു കൂടിയൊക്കെ എന്തുണ്ടായി? പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. പിന്നീട് റിപ്പൺ പ്രഭു എന്ന് പറഞ്ഞൊരു ഭരണാധികാരി വന്നു. ആ റിപ്പൺ പ്രഭു 1882 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുതുജീവൻ നൽകിയതാരാ? റിപ്പൺ പ്രഭുവാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലയിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ അധികാരം നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ കൂടുതൽ, അതായത് ഈ റിപ്പൺ പ്രഭു 1882 ആട്ടോ, 1882 റിപ്പൺ പ്രഭു, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നുകൂടി ആരറിയപ്പെടുന്നത്? റിപ്പൺ പ്രഭു അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതൊന്നും അതിൽ പറയുന്നില്ല, വരും ക്ലാസ്സിൽ പഠിക്കേണ്ടാവും. അപ്പോൾ റിപ്പൺ പ്രഭു എന്ന് പറയുന്നത് 1882 പഞ്ചായത്തിന് പുതുജീവൻ നൽകി. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനം, അതായത് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ, പഞ്ചായത്തുകളൊക്കെ തന്നെ, അവർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 40 പഞ്ചായത്തുകൾ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 40 എന്താ പറയുന്നത്? പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കേട്ടോ, പഞ്ചായത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിൽ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്, അതായത് ഒരു പ്രാദേശിക ഭരണ സംവിധാനം, നല്ലൊരു പ്രാദേശിക ഭരണ സംവിധാനം, നല്ലൊരു ഭരണാധികാരിയോ അല്ലെങ്കിൽ നല്ലൊരു നിയമങ്ങളോ അല്ലെങ്കിൽ നല്ലൊരു ക്രോഡീകരണമൊന്നും ഇല്ലാത്തതിൻ്റെ അഭാവം കാരണം എന്തുണ്ടായി? ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഈ ഭരണ സംവിധാനത്തിൻ്റെ അഭാവം പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് പറയുന്നത്. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മുടെ നല്ല സംവിധാനത്തിൻ്റെ കുറവൊക്കെ കാരണം
ദുർബലമാകാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഗ്രാമീണ വികസനമൊക്കെ ദുർബലമാകാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് പരിഹരിക്കണം. അതിനുവേണ്ടി ഓരോ കമ്മിറ്റികളെ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബൽവന്ത് റായ് മേത്തയും അശോക മേത്ത കമ്മിറ്റിയും. 2 കോളത്തിൽ തന്നിട്ടുണ്ട്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന വർഷം 1957 1957 കേരളം വന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ഉണ്ടായത്. 1957. എന്താ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശകൾ എന്തൊക്കെയാണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശയാണ്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ. അതായത് എങ്ങനെ ആയിരിക്കണം ത്രിതല പഞ്ചായത്ത് സംവിധാനം? എങ്ങനെയായിരിക്കണം? ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കണം, പിന്നീട് ഒരു ഗ്രാമപഞ്ചായത്ത് സമിതി ഉണ്ടായിരിക്കണം, പിന്നീട് ജില്ലാ പരിഷത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ 3 ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കണം, പഞ്ചായത്ത് സമിതി ഉണ്ടായിരിക്കണം, ജില്ലാ പരിഷത്ത് ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു. പിന്നെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കാണ്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനാണ്. അപ്പോൾ പിന്നീട് എന്താ പറയുന്നത്? 3 ഉണ്ടെന്ന് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അതിൽ പഞ്ചായത്ത് സമിതികൾക്ക് എന്താ? പഞ്ചായത്ത് സമിതികൾക്കുള്ള അധികാരം എന്താ? ആസൂത്രണ വികസന പ്രവർത്തനം. അതായത് എന്തെങ്കിലും ആസൂത്രണം പ്ലാനിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പഞ്ചായത്ത് സമിതികളാണ്. അതായത് കുറേ പഞ്ചായത്ത് സമിതികൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഈ പഞ്ചായത്ത് സമിതികളുടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരുപാട് ഒപ്പീനിയനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് കൂടുതൽ പിന്നെ എന്താ പറയുക, അഭിപ്രായങ്ങളൊക്കെ വരും അല്ലേ? അപ്പോൾ അഭിപ്രായങ്ങൾക്ക് വന്ന ഒരു സമിതിയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾക്ക് വന്ന് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാം, നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനൊക്കെ ആർക്ക് കഴിയും? പഞ്ചായത്ത് സമിതികൾക്ക് കഴിയും. അതാണ് ഒന്ന് പഞ്ചായത്ത് സമിതി. പിന്നെ ഈ പഞ്ചായത്ത് സമിതികളുടെ, അതായത് ഒരു പ്ലാനിങ് ഉണ്ടാക്കി അതുപോലെ പിന്നെ എന്തൊക്കെ വികസനം വരണം എന്നവർ പിന്നെ എന്തൊക്കെ വികസനം ഉണ്ടാക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ മേൽനോട്ടം വഹിക്കുന്നത് ആരാ? ജില്ലാ പരിഷത്താണ് കേട്ടോ, ജില്ലാ പരിഷത്താണ്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത എന്ന് പറയുമ്പോൾ 3 ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് അദ്ദേഹം ശുപാർശ ചെയ്തത്. ഒന്ന് ഗ്രാമപഞ്ചായത്താണ്, ഒന്ന് പിന്നെ പഞ്ചായത്ത് സമിതിയാണ്, ഒന്ന് ജില്ലാ പരിഷത്താണ്. അതിൽ പഞ്ചായത്ത് സമിതി എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങും ആസൂത്രണവും ഒക്കെ പ്ലാനിങ്ങും വികസന പ്രവർത്തനങ്ങളിലൊക്കെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്കാണ്. ജില്ലാ പരിഷത്ത് പറഞ്ഞാൽ അവരുടെ മേൽനോട്ടം, അതായത് മേൽനോട്ടം വഹിക്കുന്ന ഇതാണ് ആര് ചെയ്തിരുന്നത്? ജില്ലാ പരിഷത്ത് ചെയ്തിരുന്നത്. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യേക തെരഞ്ഞെടുപ്പ്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്താ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണല്ലേ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. പിന്നെ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്. അതായത് ഇപ്പോൾ ഉള്ള സംവിധാനം തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ മെമ്പർമാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? ജില്ലാ പഞ്ചായത്തിൻ്റെയും, അതായത് പഞ്ചായത്ത് സമിതി, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മൾ ജയിപ്പിച്ച് വിട്ട മെമ്പർമാരാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു സംവിധാനം തന്നെയാണ് ബൽവന്ത് റായ് മേത്ത ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അല്ലേ? ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവയിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്, ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹം ശുപാർശ ചെയ്തത്. അപ്പോൾ ഇത്രയും ശുപാർശകളായിരുന്നു ആര് പറഞ്ഞത്? ബൽവന്ത് റായ് മേത്ത എന്ന് പറഞ്ഞത് വർഷം എന്നാ? 1957 അല്ലേ? 1957 ഇനി അടുത്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി ഏതാ വർഷം? 1978. 57 കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, 10-11 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? അശോക് മേത്ത കമ്മിറ്റി ഉണ്ടായിട്ടില്ലേ? അപ്പോൾ 1978, 10-21 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായിട്ട് അശോക് മേത്ത കമ്മിറ്റി ഉണ്ടായിട്ടില്ലേ? 57 78 കുറച്ച് ദൂരം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? അശോക് മേത്ത കമ്മിറ്റി എന്താ പറയുന്നത്?
ദ്വിദള പഞ്ചായത്ത് സംവിധാനം അശോക് മേത്ത കമ്മിറ്റി ദ്വിദള 2 സംവിധാനം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മണ്ഡൽ പഞ്ചായത്ത്, ഒന്ന് ജില്ലാ പരിഷത്ത്. ഒന്ന് മണ്ഡൽ പഞ്ചായത്തും ഒന്ന് ജില്ലാ പരിഷത്തും അദ്ദേഹം അത്ര ശുപാർശ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. അതായത് മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തും അങ്ങനെ 2 സംവിധാനം ആര് പറഞ്ഞിട്ടുള്ളൂ? അശോക് മേത്ത പറഞ്ഞിട്ടുള്ളൂ. അതിൽ മണ്ഡൽ പഞ്ചായത്ത് എന്താ ചെയ്യുന്നത്? പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നു മണ്ഡൽ പഞ്ചായത്തിനാണ്. എന്നാൽ ജില്ലാ പരിഷത്തിനോ? ജില്ലാ പരിഷത്തിന് ജില്ലാതല ആസൂത്രണ ചുമതല. ജില്ലാതല ആസൂത്രണ ചുമതലയൊക്കെ വഹിച്ചിരുന്നത് ജില്ലാ പരിഷത്തായിരുന്നു. പിന്നീട് എന്താ പറയുന്നത്? പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണം എന്ന് പറഞ്ഞത് ആരാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ് കേട്ടോ. അശോക് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണം എന്ന് പറയുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗ സംവരണം, പിന്നെ SC/STക്ക് സംവരണം വേണം എന്ന് പറഞ്ഞത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ 1978 അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തായിരുന്നു? 2 ദ്വിതല സംവിധാനമാണ്. ഒന്ന് മണ്ഡൽ പഞ്ചായത്തും ഒന്നും ജില്ലാ പരിഷത്തായിരുന്നു. ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ജില്ലാതല ആസൂത്രണമൊക്കെ നടത്തുന്നവരാണ് ജില്ലാ പരിഷത്തിൽ ഉൾപ്പെട്ടിരുന്നത്. മണ്ഡൽ പഞ്ചായത്തുകാർക്ക് എന്തായിരുന്നു? ഗ്രാമങ്ങളുടെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണം എന്ന് പറഞ്ഞത് ആരാ? അശോക് മേത്ത കമ്മിറ്റിയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, SC/ST സംവരണം വേണം എന്ന് പറഞ്ഞതും അശോക് മേത്ത കമ്മിറ്റിയാണ്. 1978 അശോക് മേത്ത, 1957 ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്ത 3 ആണ് കേട്ടോ. ത്രിതല സംവിധാനമാണ്. അശോക് മേത്ത ദ്വിദള സംവിധാനം. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? തുടക്കം രാജസ്ഥാനിൽ. എന്താ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് എന്ത് വന്നത്? ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം വന്ന രാജസ്ഥാനിലാണ്. 1989 ഒക്ടോബർ 2 രാജസ്ഥാനെ നഗൗർ ജില്ലയിൽ കേട്ടോ. 1959 ഒക്ടോബർ 2 കേട്ടോ. 1959 ഒക്ടോബർ 2 രാജസ്ഥാന് നഗൗർ ജില്ലയിലാണ് കേട്ടോ. നഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്നാണ് നമ്മുടെ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് എന്നാണ്? 1959 ഒക്ടോബർ 2 എവിടെയാണ്? രാജസ്ഥാനിലെ എവിടെയാണ്? നഗൗർ ജില്ലയിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ്. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. പക്ഷേ ആദ്യമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. കാരണം അവിടെയാണ് ജവഹർലാൽ നെഹ്റു 1959 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതേ വർഷം തന്നെ കേട്ടോ. 1959 തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ വന്നു, തമിഴ്നാട്ടിൽ വന്നു, പശ്ചിമ ബംഗാളിൽ 3 സ്റ്റേറ്റിൽ കൂടി പഞ്ചായത്ത് രാജ് സംവിധാനം വന്നു. അതൊക്കെ നമുക്ക് എടുത്ത് ചോദിക്കാം കേട്ടോ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. അതായത് ആ സൈഡ് മറ്റേ നമ്മുടെ കിഴക്കൻ സൈഡിലുള്ള സംസ്ഥാനങ്ങൾ. ഒന്ന് ആന്ധ്രാപ്രദേശ്, ഒന്ന് തമിഴ്നാട്, ഒന്ന് പശ്ചിമ ബംഗാൾ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഇവിടെ 3 അവിടെയാണ് 1959 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. ഇനി എന്താ പറയുന്നത്? ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുന്നത്? അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അപ്പോൾ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതുപോലെ അശോക് മേത്ത കമ്മിറ്റികളുടെ ശുപാർശകൾ. അപ്പോൾ ഈ ശുപാർശകൾക്കൊക്കെ എന്തായി? തദ്ദേശ സ്വയംഭരണ കാലതാമസം ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകീകൃത ഘടനയ്ക്കും ശാക്തീകരണത്തിനൊക്കെ തടസ്സമായിട്ട് നിന്നു. അപ്പോൾ അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ മെല്ലെ പോക്കുണ്ടായപ്പോൾ എന്ത് ചെയ്തു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? അശോക് മേത്ത കമ്മിറ്റി വർഷം ഏതാണ്? 1978 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ സാധുത നൽകണമെന്ന്. പിന്നീട് 1992, 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അങ്ങനെ 1992, 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്തായി? കൂടുതൽ അധികാരങ്ങൾ ലഭ്യമാവാൻ തുടങ്ങി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ്
നിയമം നിലവിൽ വന്നു. 73 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. 74 എന്താ 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. ഏത് വർഷമാണ്? 1992-ലാണ് 73 74 ഭേദഗതി ഉണ്ടായത്. 73 പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നു, 74 എന്ത് പറയുന്നു? നഗരപാലിക നിയമത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ എന്താ പറയുന്നത്? 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനം കോളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 73-ാം ഭരണഘടനാ ഭേദഗതി പറയുന്നുണ്ട്. 74-ാം ഭരണഘടനാ ഭേദഗതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് എന്തൊക്കെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ 73 നമ്മൾ പറഞ്ഞു പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, SC/ST സംവരണം, വനിതാ സംവരണം ഉണ്ടായിരിക്കും. പിന്നെന്താ? തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ ഉണ്ടാവും. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ ബൽവന്ത് റായ് മേത്തയും എന്തെന്നാണ് പറഞ്ഞത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ എന്താ പറയുക 73-ാം ഭരണഘടന പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രാമസഭകളുടെ രൂപീകരണം. ഓരോ പഞ്ചായത്തിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാറുണ്ട് അല്ലേ? അല്ല, വാർഡ് തലത്തിൽ തന്നെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ അല്ലേ ഗ്രാമസഭകൾ. അപ്പോൾ ഗ്രാമസഭകളുടെ രൂപീകരണം പറയുന്നുണ്ട്. ഭരണകാലാവധി 5 വർഷമായിരിക്കണം. പിന്നെ SC/ST സംവിധാനം വേണം, വനിതാ സംവരണം വേണം. തിരഞ്ഞെടുപ്പ് ചുമതല ആർക്കാ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 5 വർഷം അവരുടെ കാലാവധി, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നീട് ജില്ലാ പഞ്ചായത്ത്. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? ഇത് ഗ്രാമസഭകളുടെ രൂപീകരണമാണ് 73 പറയുന്നതെങ്കിൽ വാർഡ് സഭകളുടെ രൂപീകരണം ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാമസഭകളുടെ രൂപീകരണം 73 ആണെങ്കിൽ 74 പറയുന്നത് വാർഡ് സഭകളുടെ രൂപീകരണമാണ്. ഭരണകാലാവധിയൊക്കെ 5 വർഷം തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 5 വർഷത്തിലേക്ക് ധനകാര്യ കമ്മീഷൻ, അതൊക്കെ സെയിമാണ്. 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങളാണ് നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, കേരളത്തിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രാമസഭകളുടെ രൂപീകരണം 73, അതായത് 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ. 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനത്തിൽ വാർഡ് സഭകളുടെ രൂപീകരണമാണ്. അതെന്തെന്ന് പറയുന്നത്? 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്ന ഒന്നുമില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അതാണ് പറയുന്നത്. 2 തരമുള്ളൂ. ഏതിൽ? നഗരപാലിക ഭേദഗതിയിൽ കേട്ടോ. ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഇനി ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം ജില്ലാ പഞ്ചായത്ത്, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ഗ്രാമപഞ്ചായത്ത് അല്ലേ? നഗരപാലിക സംവിധാനത്തിലോ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തെന്നാണ് പറയുന്നത്? 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. അതായത് ജനകീയാസൂത്രണം നിലവിൽ വന്ന വർഷം ഏതാപ്പോൾ? 1996-ലാണ്. 73-74 ഭരണഘടനാ ഭേദഗതികൾ എന്നാ വന്ന് അത് 1992-ലാണ്. പിന്നീട് 4 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം 92-ൽ 73-74 ഭരണഘടനാ ഭേദഗതി വന്നു. തുടർന്ന് ഈ ഭേദഗതി തന്നെ അടിസ്ഥാനമാക്കിയിട്ട് ജനകീയാസൂത്രണം എന്നൊരു അധികാര വികേന്ദ്രീകരണ പ്രക്രിയ വന്നു. അതെന്നാ വന്നത്? 1996-ലാണ് വന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിൽ കൂടുതൽ അധികാരവും ചുമതലകൾ നൽകി. ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രകാരം ജനകീയാസൂത്രണം എന്ന സംവിധാനം പ്രകാരം പ്രാദേശിക ഭരണ സംവിധാനം കൂടുതൽ അധികാരങ്ങളും ചുമതലകളൊക്കെ നൽകിയെന്ന് പറയുന്നുണ്ട്. അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കിയെന്ന് പറയുന്നുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 33 സംവരണം സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു ജനകീയാസൂത്രണം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ 1996-ലാണ് കേട്ടോ, ഓർക്കണേ. ആ ഒരു പ്രക്രിയയിലൂടെ എന്തുണ്ടായി? ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായിട്ട് എന്തുണ്ടായി?
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 33 സ്ത്രീ സംവരണം ഏർപ്പെടുത്തി 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഏത് ഭേദഗതി പ്രകാരമാണ്? 73-74 ഭേദഗതി പ്രകാരമാണ് കേട്ടോ. ഈ ഭേദഗതി പ്രകാരം ഏത് ഭേദഗതി പ്രകാരം? 73-74 ഭേദഗതി പ്രകാരമാണ് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. അപ്പോൾ 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ഉണ്ടായി. ആ ആക്ട് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം എത്രയാക്കി? 50% ഉയർത്തി. 33% ഉള്ളത് 2005 ആയപ്പോഴേക്കും 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ 10% എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം, 10% എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം, സ്ത്രീകളുടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് 10% മാറ്റിവെക്കുന്നുണ്ട് പറയുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണം അതായത് ജനങ്ങളെ കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്തുക, ജനങ്ങളെ കൂടെ പങ്കാളികളാക്കിയിട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അധികാര വികേന്ദ്രീകരണം. പിന്നെ ജനകീയാസൂത്രണമാണോ? ജനകീയാസൂത്രണം എന്നാ വന്നത്? ജനകീയാസൂത്രണം ഈ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാട്ടോ. 73-74 ഭരണഘടന ഭേദഗതിയെ തുടർന്നാണ് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. ഈ ജനകീയാസൂത്രണത്തിലൂടെ എന്തുണ്ടായി? പിന്നെ അധികാരം ചുമതല ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഭരണ സംവിധാനമൊക്കെ മുന്നോട്ട് പോകാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ഏത് ഭേദഗതി പ്രകാരം? 73-74 പ്രകാരം. പിന്നീട് 2005 വീണ്ടും ഭേദഗതി വരുത്തി. ആ ഭേദഗതി പ്രകാരം 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തി. പിന്നീട് 10% വിഹിതം, പദ്ധതി വിഹിതത്തിൽ 10% എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പദ്ധതികൾക്കായി മാത്രം മാറ്റിവെക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ചുമതലകളാണ്? പഞ്ചായത്തിന് ചുമതലകൾ എന്ന് പറയുന്നത് ജനനമരണ രജിസ്ട്രേഷനുണ്ട്, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കലുണ്ട്, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം ചുമതല വഹിക്കുന്നുണ്ട്, മാതൃശിശു വികസനമുണ്ട്, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകലുണ്ട്, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കലുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനമുണ്ട്, വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകലൊക്കെ ആരുടെ പണിയാണ്? പഞ്ചായത്തുകളുടെ പണിയാണ് അല്ലേ. പഞ്ചായത്തുകളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കിട്ടും. ഇത്രയൊക്കെ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് നമ്മൾ ഘോരമായി പറഞ്ഞു. പക്ഷേ എങ്കിലും അതിൻ്റെ പോരായ്മകളും ഉണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികളാണ് കണ്ടോ. അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടിയുണ്ട്. എന്തൊക്കെ പരിമിതികളാണ് ഉള്ളതെന്നാണ് പറയുന്നത്? പദ്ധതി വിഹിതം സമയബന്ധിതത്തിൽ ലഭിക്കാത്ത അവസ്ഥ, അതേപോലെ വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമമേഖലകളിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത, ഇതെല്ലാം അധികാര വികേന്ദ്രീകരണം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പരിമിതികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ബാക്കിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നീട്ടി വലിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി അധികം ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു പോയിന്റ് വൈസ് ആയിട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ആയി ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ.